യുവാക്കൾക്കിടയിൽ ഏറെ താല്പര്യമാണ് സ്ലോ ഡേറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്. സ്ലോ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡീപ്പർ ലെവലിലുള്ള കണക്ഷനും കമ്മിറ്റ്മെന്റും തുടക്കത്തിൽ തന്നെ കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ആരെയാണോ കൊണ്ടുവരേണ്ടത് അവരെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഡീപ്പർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവർക്കിടയിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സ്ലോ ഡേറ്റിംഗ് ചെയ്യുന്നത്. സ്ലോ ഡേറ്റിംഗ് ചെയ്യുമ്പോൾ 4 കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ഒന്നാമത്തേത്, ഇന്റൻഷൻ വളരെ ക്ലിയർ ആയി നിങ്ങളുടെ പാർട്ട്ണറിനോട് പറഞ്ഞിട്ട് വേണം ഈ ഒരു കാര്യത്തിൽ നിൽക്കാനായിട്ട്. ഇന്റൻഷൻ ക്ലിയർ ചെയ്ത് പറയാന്ന് പറഞ്ഞാല് ചിലർക്ക് കാഷ്വൽ റിലേഷൻസിലൊക്കെ ആയിരിക്കും താല്പര്യം, ചിലര് വിവാഹം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. അപ്പൊ ആ ഒരു രീതി വേണ്ട. നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തി മതിയല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേസിംഗ് ആണ്. ഓരോ വ്യക്തികൾക്കും ഓരോ ലെവൽ ഓഫ് കംഫർട്ടബിൾ നേച്ചർ ആണുള്ളത്, അല്ലെ? അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ ആകാൻ എടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. അപ്പോൾ ചിലർക്കത് ചില മാസങ്ങളായിരിക്കും, ചിലർക്ക് ഒരു വർഷം വരെ പോകും. അപ്പൊ ആ ഒരു രീതിയിൽ സ്ലോലി തന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷനോ കൊടുക്കാത്തത് കൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് പ്രോപ്പർ ആയിട്ട് അവിടെ നടക്കുന്നത് കൊണ്ടും അവർ ആ ഒരു രീതിയിൽ ചൂസ് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ, ഇതൊരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത്രയും കെയർ കൊടുക്കുക, ആ വ്യക്തിക്ക് അത്രയും അറ്റൻഷൻ കൊടുക്കുക, അതിനൊക്കെ സാധിക്കണം. പിന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നത് സ്ലോലി മാത്രമേ ഓരോ ബന്ധത്തിലും ബിൽഡ് ആവുള്ളൂ. അപ്പൊ അതും നമുക്ക് ഈ ഒരു സ്ലോ ഡേറ്റിംഗിലൂടെയാണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്.